എക്സർസൈസ് 1.4 ക്വസ്റ്റ്യൻ നമ്പർ 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് ഡൗൺ ദ ഡെസിമൽ എക്സ്പാൻഷൻസ് ഓഫ് ദോസ് റാഷണൽ നമ്പേഴ്സ് ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്മൾ ഇതിന് മുൻപ് ചെയ്ത ക്വസ്റ്റ്യനിലെ എബോവ് വിച്ച് ഹാവ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഒരു 10 ക്വസ്റ്റ്യൻസ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനില് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻസ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതിന്റെ ഒക്കെയും ഡെസിമൽ എക്സ്പാൻഷൻസ് എഴുതുക. അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13/3125 ആയിരുന്നു. അതിന് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഡെസിമലിലാക്കി മാറ്റാം. അപ്പോ 13/3125 ഇതിനെ നമുക്ക് 13/3125 നമ്മൾ ഫാക്ടറൈസ് ചെയ്തിരുന്നു. ഇങ്ങനെയായിരുന്നു 5ന്റെ 5 ഫാക്ടേഴ്സ് into 5. അപ്പോ ഇവിടെ 1 2 3 4 5 5 ആണുള്ളത്. ഇതിനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 13/5/5 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 5/5 എന്ന ഫോമിൽ വന്നു, അല്ലെങ്കിൽ 5n എന്നുള്ള ഫോമിലാണ്. അപ്പോ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആകണമെങ്കിൽ 2n into 5n എന്ന ഫോമിൽ വരണം. ഇവിടെ 5n എന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇനി അത്രയും 2 കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയി മാറും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം: മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ, ഇവിടെ 5/5 ആണ്, അപ്പൊ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: 13 into 2/5 divided by 5/5 into 2/5. അപ്പോ ഇവിടെ പെട്ടെന്ന് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റുന്നവർ അത്തരത്തിൽ എഴുതുക. അതല്ല എങ്കിൽ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കി ഇങ്ങനെ ചെയ്യാം: 13 into 2/5, that is 5 times 2 is multiplied, divided by, ഇവിടെ 5/5 2/5. അപ്പൊ ഒരു പ്രാവശ്യം നമുക്കൊന്ന് എഴുതാം: 5 into 5 into 5 into 5 into 5. 5 times 5 is multiplied into 5 times 2, 1 2 3 4 5. ഇതിന്റെ ബാക്കി എഴുതുമ്പോൾ 13 into 1 2 3 4 5 times 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 2 32. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: 13 into 32 divided by, ഇവിടെ 5ഉം 2ഉം കൂടി ചേരുന്ന ഒരു പെയറിൽ നമുക്ക് കിട്ടുന്നത് 10ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയുള്ള 1 2 3 4 5 പെയേഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് 5 times 10 എഴുതാം. ഇവിടെയുള്ള ഓരോ 2ഉം അടുത്ത 5ഉമായി ചേർന്ന് ഒരു 10 ആയി മാറും. അങ്ങനെയാണെങ്കിൽ 10ന്റെ 5 മൾട്ടിപ്പിൾസ് എഴുതാം. is equal to 32 into 13, 416 എന്ന ആൻസർ കിട്ടും. ഡിവൈഡഡ് ബൈ 1 2 3 4 5. അപ്പൊ 1 2 3 4 5 5 സീറോസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇത്ര എഴുതിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം raised-5 ആണ് രണ്ടിലും വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 സീറോസ് അവിടെ ഉണ്ടാകും. അപ്പൊ ഒറ്റയടിക്ക് ആ സ്റ്റെപ്പിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ഈ ഒരു വലിയ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്കിവിടെ 1 2 3 4 5 സീറോസ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 ഡെസിമൽ വേണം. അപ്പൊ 416 എഴുതി. ഇവിടെ 1 2 3 പ്ലേസസ് ആണുള്ളത്. ഇനി ഒരു 2 പ്ലേസ് കൂടി 0 എഴുതിയതിനു ശേഷം ഇവിടെ പോയിന്റ് ആൻഡ് 0. അപ്പൊ 1 2 3 4 5 1 2 3 4 5 ഡെസിമൽസ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈനലി 13/3125ന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ്, അല്ലെങ്കിൽ ഡെസിമൽ എക്സ്പ്രഷൻ ആണ് 0.00416. സെക്കൻഡ് ക്വസ്റ്റ്യനിലും ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു ഉള്ളത്. അതുകൊണ്ട് അതിന്റെ ഡെസിമൽ എക്സ്പ്രഷൻ നമുക്കൊന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് 17/8നെ ഫാക്ടറൈസ് ചെയ്ത രീതിയിൽ എഴുതിയാൽ 17/2 into 2 into 2 എന്ന് എഴുതാം. അതായത് 17 divided by 2/3. അപ്പൊ ഇവിടെ 2/3 ആണെങ്കിൽ 5/3 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഴുതി വെക്കാം: മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് by 5/3. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: 17 into 5/3 divided by 2/3 into 5/3 is equal to 17 into 5/3 5 into 5 into 5 ആണ്, ഡിവൈഡഡ് ബൈ ഇവിടെ 2/3 ആണെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ 3 സീറോസ് ഉണ്ടെന്നാണ് അതിനർത്ഥം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: 1 2 3.
ഈസ് ഈക്വൽ ടു ഈ നമ്പറുകളെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ വിൽ ബി 2125 ഡിവൈഡഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു ഇവിടെ 1 2 3 സീറോസ് ആണ്. 1 2 3 ഡെസിമൽസ് 2.125. ആൻസർ 2.125 എന്ന് എഴുതാം. 17/8 എന്നുള്ള ഒരു ഫ്രാക്ഷന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. 17/8 ഈസ് ഈക്വൽ ടു 2.125. തേർഡ് ക്വസ്റ്റ്യൻ ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അതിനെ ചെയ്യുന്നില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ 15/1600. അപ്പൊ ഇവിടെ നമുക്ക് അതുപോലെ എഴുതാം. 15/1600 നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയ ഫാക്ടേഴ്സ് എടുത്തെഴുതാം. 2 into 2 into 2 into 2 into 2 into 2 1 2 3 4 5 6 2s ആണ്. പിന്നീട് ഒരു 2 5 കൂടി. അപ്പൊ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. 15 ഡിവൈഡഡ് ബൈ ഈ ഒരു 5ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 10 അവിടെ കിട്ടും. ഇൻറ്റു ഈ ഒരു 5 ഈ ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് 10. ബാക്കി ലെഫ്റ്റ് വിത്ത് 1 2 3 4 2s ആണുള്ളത്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 2⁴. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതി വെക്കാം. ഇവിടെ 10ന്റെ 2 മൾട്ടിപ്പിൾസ് ഉണ്ട്. ഇനി അതിനുശേഷമുള്ളത് 2⁴ ആണ്. അപ്പൊ ഇവിടെ ഒരു 5⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ 5⁴ ഈസ് ഈക്വൽ ടു 15 into 5⁴ ഡിവൈഡഡ് ബൈ 10 into 10 100 ആണ്. ഇൻറ്റു 2⁴ into 5⁴ is equal to 15 into 5⁴ which is 625 divided by 100 into 2⁴ 5⁴ അവിടെ നമുക്ക് 4 zeros ഉള്ള ഒരു നമ്പർ ആണ് കിട്ടുന്നത്. 1 2 3 4 is equal to ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 9375 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 1 2 3 4 5 6 zeros 1 2 3 4 5 6 zeros. ഫൈനലി നമുക്ക് ആൻസർ ഇങ്ങനെ എഴുതാം. 9375 എഴുതി വെക്കുന്നു. 9375 1 2 3 4 5 6 zeros ആണ്. ഇവിടെ 4 പ്ലേസസേ ഉള്ളൂ. 2 സീറോ കൂടി എഴുതുന്നു. ഡെസിമൽ ആൻഡ് 0 is equal to 0.009375 എന്ന് എഴുതാം. ഇത് 15/1600ന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. 1600 15/1600. ഫിഫ്ത് ക്വസ്റ്റ്യൻ ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു, അതുകൊണ്ട് അതിനെ നമ്മൾ ഇവിടെ എഴുതുന്നില്ല. സിക്സ്ത് ക്വസ്റ്റ്യനില് 23/2⁵ into 5⁵. ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. 23/2⁵ into 5⁵ എന്നുള്ളതിനെ ഈസ് ഈക്വൽ ടു 23 ഡിവൈഡഡ് ബൈ ഇവിടെ 5⁵ 5⁵. അതിലെ 5⁵ into 2⁵ ഞാൻ 2⁵ into 2⁵ എന്ന് എഴുതുകയാണ്. ഈസ് ഈക്വൽ ടു 23 ഡിവൈഡഡ് ബൈ 5⁵ 2⁵. ഒരു 5 ഒരു 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു 10 കിട്ടും. വീണ്ടും സെക്കൻഡ് 5ഉം സെക്കൻഡ് 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അനദർ 10 100 എന്ന് എഴുതി വെക്കാം. ഇൻറ്റു 2⁵1. അപ്പൊ ഇവിടെ 2⁵1 മാത്രമാണ് ഇനിയുള്ളത്. അതിനർത്ഥം ഇവിടെ 5⁵1 കൊണ്ടാണ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ 5⁵1. അപ്പൊ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. 23 into 5⁵1 ഡിവൈഡഡ് ബൈ 100 into 2⁵1 into 5⁵1. ഫൈനലി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 115 ഡിവൈഡഡ് ബൈ ആൾറെഡി ഒരു 100 ഉണ്ട്. ഇൻറ്റു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 is equal to 115 ഡിവൈഡഡ് ബൈ 1000 എന്ന ആൻസർ കിട്ടും. ഇവിടെ 1 2 3 പ്ലേസസ് ആണ്. ഇവിടെ 1 2 3 പ്ലേസസ് ഉണ്ട്. അപ്പൊ 0.115 എന്ന ആൻസറിലെത്താം. സെവന്ത് ക്വസ്റ്റ്യനും ഒരു നോൺ ടെർമിനേറ്റിംഗ് എക്സ്പാൻഷൻ ആയിരുന്നു, അതുകൊണ്ട് അതിനെ നമ്മൾ ഇവിടെ എഴുതുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6/15 ആണ്. 6/15 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. 2 into 3 ഡിവൈഡഡ് ബൈ 5 into 3. ഇവിടെ 3യും 3യും ക്യാൻസൽ ചെയ്താൽ ഫൈനലി 6/15 എന്നുള്ളത് ഇങ്ങനെ എഴുതാം. നമുക്ക് 2/5 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ താഴെ ഒരു 5 ആണ്. ഇതിനെ 10ന്റെ മൾട്ടിപ്പിളിലേക്ക് മാറ്റാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ 2⁵1. അപ്പൊ ആൻസർ ഇങ്ങനെയായി മാറും. 2 into 2⁵1 ബൈ 5 into 2⁵1 is equal to 2 into 2 4 ആണ്. ഡിവൈഡഡ് ബൈ 10 which is 0.4. നമുക്ക് 6/15 എന്നുള്ളതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ 0.4 എന്ന് കിട്ടി. നയൻത് ക്വസ്റ്റ്യൻ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 35/50 ഇങ്ങനെ എഴുതാം. 5 into 7 ഡിവൈഡഡ് ബൈ 5 into 10. 5ഉം 5ഉം നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഫൈനലി 7/10 എന്ന് കിട്ടും.
ഇവിടെ 7/10 എന്നുള്ളതിനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ ആക്കി എഴുതാം 0.7. അങ്ങനെയാണെങ്കിൽ 35/50 എന്ന ഫ്രാക്ഷന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് 0.7. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ഒരു നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അതിനെ നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഫോളോയിങ് റിയൽ നമ്പേഴ്സ് ഹാവ് ഡെസിമൽ എക്സ്പാൻഷൻസ് ആസ് ഗിവൺ ബിലോ. ഇതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നത്. ഇൻ ഈച്ച് കേസ് ഡിസൈഡ് വെദർ ദേ ആർ റാഷണൽ ഓർ നോട്ട്. ഇഫ് ദേ ആർ റാഷണൽ ആൻഡ് ഓഫ് ദ ഫോം p/q, വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് q? റാഷണൽ നമ്പർ ആണെങ്കിൽ അതൊരു p/q എന്ന ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പർ ആയിരിക്കും. അങ്ങനെ p/q എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയുന്ന നമ്പർ ആണ് എങ്കിൽ അതിന്റെ q അല്ലെങ്കിൽ ഡിനോമിനേറ്ററിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം? അതാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു ഡെസിമൽ എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നത്. ഡെസിമൽ എക്സ്പ്രഷൻ ആണ് 43.123456789. ഇതിനെ നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റിയാൽ ഇവിടെ 1 2 3 4 5 6 7 8 9 ഡെസിമൽ പാർട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ p/q എന്നുള്ള ഫോമിൽ ഇങ്ങനെ എഴുതാം: 4 3 1 2 3 4 5 6 7 8 9 divided by 1 2 3 4 5 6 7 8 9. because 1 2 3 4 5 6 7 8 9 zeros ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 ഡെസിമൽ പ്ലേസസിന് വേണ്ടി 43ക്ക് ശേഷമാണ് പോയിന്റ് ഇടാറ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഈ ഒരു ഫോമിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം: 43 1 2 3 4 5 6 7 8 9 ഡിവൈഡഡ് ബൈ ഈ നമ്പറിനെ നമുക്ക് 5ന്റെയും 2ന്റെയും പ്രൈം ഫാക്ടറിലേക്ക് മാറ്റിയാൽ ഇവിടെ 1 2 3 4 5 6 7 8 9 zeros ആണുള്ളത്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം: 10⁻9 is equal to 4 3 1 2 3 4 5 6 7 8 9 divided by ഈ 10നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 into 5 എന്ന് എഴുതാം. 2 into 5⁻9. ഫർദർ അതിനെ നമുക്ക് 43 1 2 3 4 5 6 7 8 9 ഡിവൈഡഡ് ബൈ ഇവിടെ 2⁻9 into 5⁻9 എന്ന് എഴുതാം. ഇത് നമ്മളൊരു p/q എന്നുള്ള ഫോമിലാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ q എന്ന് പറയുന്ന ഡിനോമിനേറ്റർ 2⁻9 into 5⁻9 ആണ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എഴുതി വെക്കാം. therefore the prime factors of q are 2⁻9 and 5⁻9. Second question: 0.120 1200 1200 120000. ഇതൊരു ഓർഡറിലല്ല റിപ്പീറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള നമ്പർ അല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് p/q എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയില്ല. അതൊരു റാഷണൽ നമ്പർ അല്ല. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ഇങ്ങനെ എഴുതി വെക്കാം: ദ ഗിവൺ ഡെസിമൽ എക്സ്പാൻഷൻ is neither terminating nor non-terminating repeating. ഇവിടെ റിപ്പീറ്റിംഗ് അല്ല. 1 0 വരുന്നു, 2 0 വരുന്നു, 3 0 വരുന്നു. ഇങ്ങനെ പോയാൽ നമുക്ക് അതിനെ p/q എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയില്ല. therefore it is not a rational number. Third and final question: 43.123456789 repeat. അതിനർത്ഥം ഇതാണ്: 43.123456789. അതിനുശേഷം വീണ്ടും ഈ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു: 1 2 3 4 5 6 7 8 9. Again it is repeating by 1 2 3 4 5 6. അതാണ് ഈ റിപ്പീറ്റ് എന്ന വാക്കിനർത്ഥം. അപ്പൊ ഇത്തരത്തിലുള്ള റിപ്പീറ്റിംഗ് ആയി വരുന്ന നമ്പറുകളെ നമുക്ക് p/q എന്ന ഫോമിൽ എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം: therefore the given decimal expansion is non-terminating repeating. അതായത് ഇത് ടെർമിനേറ്റ് ആകുന്നില്ല, അവസാനിക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്തു പോകുന്നു. therefore it is a rational number. ഇതൊരു റാഷണൽ നമ്പർ ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതാം. പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ ഇതൊരു ഡെസിമൽ ആയതുകൊണ്ട് അതിനെ നമുക്ക് എക്സ് ആയി കൺസിഡർ ചെയ്യാം. ഈസ് ഈക്വൽ ടു 43.123456789 റിപ്പീറ്റിംഗ്. ഇവിടെ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയി കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പി ബൈ ക്യൂ എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ ഒരു ഡിനോമിനേറ്റർ വരത്തക്ക വിധത്തിൽ ഇതിനെ എഴുതിയാൽ ഇവിടെ 1, 2, 3 തൊട്ട് 9 വരെ 9 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഡെസിമൽ പ്ലേസസിനെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ, ഈ 9 പ്ലേസസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ 9 സീറോസ് ഉള്ള 10ന്റെ മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം: മൾട്ടിപ്ലൈ both sides of equation 1 by 1. 10ന്റെ 9 സീറോ ഉള്ള മൾട്ടിപ്പിൾ 1, 2, 3, 4, 5, 6, 7, 8, 9. രണ്ട് സൈഡും, ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: 1, 2, 3, 4, 5, 6, 7, 8, 9 into x, 9x is equal to 43.123456789 ആണ്. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പറിനെ ഞാൻ ഒന്ന് എഴുതാം: 43.123456789. റിപ്പീറ്റിംഗ് ആയതുകൊണ്ട് 123456789 ഇവിടെ റിപ്പീറ്റിംഗ് എന്ന് എഴുതി. ഇനി ഇവിടെ ഈ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 പ്ലേസസ് ആണ് സീറോ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും 9 പ്ലേസസ് മാറി ഇതിനെ ഡെസിമൽ പ്ലേസ് ചെയ്താൽ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇടാം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഇങ്ങനെയായി മാറും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയി കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു: സബ്ട്രാക്ടിങ് 1 ഫ്രം 2. 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ ലെഫ്റ്റ് സൈഡ് ഇതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ 9s ആണ് നമുക്ക് കിട്ടുക. 1, 2, 3, 4, 5, 6, 7, 8, 9 x is equal to റൈറ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 43 പോയിന്റ് ഈ നമ്പർ 43 എന്ന നമ്പർ ഇവിടെ വരുന്നു. അതിനുശേഷം 1, 2, 3, 4 എന്ന കണ്ടിന്യൂ ചെയ്തു വരുന്ന നമ്പർ. അപ്പൊ റൈറ്റ് സൈഡിലുള്ള റിപ്പീറ്റിംഗ് ഡെസിമൽസ് എലിമിനേറ്റ് ആയി പോയാൽ ലെഫ്റ്റ് വിത്ത് 89 മൈനസ് 43 എന്ന ലാസ്റ്റ് നമ്പർ വരും. അവിടെ സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ 6 and 4. അപ്പൊ ബാക്കിയുള്ള നമ്പറുകൾ അതുപോലെ തന്നെ വരും. 7, 6, 5 ഈ നമ്പറുകൾ. അതിനെ നമ്മൾ ഇവിടെ ആൻസർ ആയി എഴുതിയാൽ 43, 1, 2, 3, 4, 5, 6, 7 അതിനുശേഷമുള്ള 4, 6. ഇവിടെ നമുക്ക് x മാത്രമായി എഴുതിയാൽ x is equal to 43, 1, 2, 3, 4, 5, 6, 7, 4, 6. ലെഫ്റ്റിലുള്ള ഈ നമ്പർ ഇവിടെ വന്ന് ഡിവൈഡഡ് ബൈ ആകും. 1, 2, 3, 4, 5, 6, 7, 8, 9. രണ്ട് നമ്പറും 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫൈനൽ ആൻസർ നമുക്ക് x is equal to 194 ഡിവൈഡഡ് ബൈ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 2, 3, 4, 5, 6, 7, 8, 9 which is p by q. അപ്പൊ ഇത് p by q എന്നുള്ള ഫോമിൽ ഫൈനലി നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ q ഡിനോമിനേറ്റർ ആണ്. q is equal to 1, 2, 3, 4, 5, 6, 7, 8, 9 9 times 1 ആണ്. ഈ നമ്പറിനെ നമുക്ക് 2n into 5n എന്ന ഫോമിൽ എഴുതാൻ കഴിയില്ല. അതിനർത്ഥം ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് 2n into 5n എന്ന ഫോമിലല്ല. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് എഴുതി വെക്കാം: which is not in the form 2n into 5n. അങ്ങനെയാണെങ്കിൽ that is the prime factors of q are not in the form 2n into 5n. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. എല്ലാ വിദ്യാർത്ഥികളിലേക്കും എല്ലാ സ്റ്റുഡൻസിലേക്കും എത്തത്തക്ക വിധം മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും റെഗുലറായി അറ്റൻഡ് ചെയ്യുക.